നമുക്കപ്പോൾ ബാക്കി പറയാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ക്ലിപ്പിൻ്റെ അടുത്ത ഭാഗം ഇവിടെ ഇതാ വീണ്ടും ഞാൻ പ്ലേ ചെയ്യുകയാണ്. ഒന്ന് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഞാൻ എന്താ പ്ലേ ചെയ്യുകയാണ്. ഞാൻ അബുദാബിയിൽ ജയിലിൽ പിന്നെ ഈ പാസ്പോർട്ട് സംബന്ധമായ കണ്ണ് സംബന്ധമായ പ്രശ്നം ഞാൻ ഉസ്താദിനോട് പറഞ്ഞില്ല. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ജിസാനല്ലേ? മറന്നയാ പറഞ്ഞതാ മറക്കണേ, മറക്കില്ല. എന്തല്ലേ വിശേഷം? തന്നെ അൽഹംദുലില്ലാ. എന്റെ അടുത്ത് കുറെ ഹിക്കായത്തുണ്ട്. ഞാൻ എങ്ങനെ പറയണമെന്ന് ഒരു പിടുത്തില്ല. ഉസ്താദിന് പറയാനായിട്ട് കിട്ടുന്നില്ല. ഇപ്പം എന്താ ചെയ്യ ഉസ്താദ്? ഞാനിപ്പോ എന്താ പറയണ്ട, സാധാരണ നമ്മളെ പോലുള്ള നാടന്മാരാണ് ഇങ്ങനെ കൂടുതൽ ഫിത്തിനി പ്രസാദെല്ലാം സാധാരണ പറയും. ഇതിപ്പോ എന്താ പറയണ്ട, ഡിഗ്രി എടുത്ത് വലിയ വലിയ ഉസ്താദന്മാരാണ് ഇപ്പം ഫിത്തിന പറഞ്ഞു നടക്കുന്നത്. അതാണ് ഇപ്പൊ ഭയങ്കര വിഷമിക്കുക. അല്ല, എന്താ കേട്ടെന്ന് പറഞ്ഞാല് പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെ ഒരാളോട് പറയണ്ടേ? ഞാൻ ഉസ്താദ് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല ഉസ്താദല്ലേ? അതായത് പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച എന്റെ അമ്മാന്റെ വീട്ടിലൊരു ഒരു ഭക്ഷണത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു. നാട്ടിലോ? അല്ലല്ലോ, ഇവിടെ എന്റെ അമ്മാമാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അവിടെ പോയപ്പോ അതില് പിന്നെ എല്ലാ സകലവിലാകുല്ലവിയും എല്ലാരും ഉണ്ട് പരിപാടിക്ക്. അപ്പം പിന്നെ മനുഷ്യന്മാർക്ക് ഭക്ഷണം കഴിക്കുമ്പോ എന്തെങ്കിലും പറയണല്ലോ. അപ്പൊ പിന്നെ ജമാഅത്ത് ഇസ്ലാമിൽ തുടങ്ങി. ജമാഅത്ത് ഇസ്ലാമിൽ തുടങ്ങിയിട്ട് 40 കോടിയും പള്ളിയും മുടിയും എത്തി. അപ്പോ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ ഒരു അടച്ചാക്ഷേപിക്കുന്ന ശൈലിയായപ്പോ എനിക്ക് ചെറുതായിട്ടൊന്ന് പ്രതിരോധിക്കേണ്ടി വന്നു. അപ്പോ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ചെറുതായി പ്രതിരോധിച്ച് അവസാനം അത് ബദറായിപ്പോയി. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പുറത്തെത്തിയപ്പോ പിന്നെ നമ്മള് മദ്രാസിൽ ഒരു മഹമൂദ് ഖാൻ അറിയും ഉസ്താദിന്, കുഞ്ഞിപ്പള്ളി വീടെടുത്ത് താമസിക്കുന്നേ. മദ്രാസിൽ ഒരു വലിയ ബിസിനസ്സും ട്രാവൽ ഏജൻസിയും ഫർണിച്ചർ കടിയും പിന്നെ നമ്മളെ സ്ഥാപനങ്ങളായിട്ടൊക്കെ പുസ്തകമൊക്കെ ആയിട്ട് എടുത്ത് ബന്ധമുള്ള ആള്. ഉസ്താദായിട്ട് പരിചയമുണ്ടോന്ന് എനിക്കറിയില്ല. എനിക്ക് മഹമ്മൂദാജിനെ പരിചയമില്ലല്ലോ. അതെ മാഹി കുഞ്ഞിപ്പള്ളിയാണ് മൂപ്പര് പുതിയ വീടെടുത്ത് താമസിക്കുന്നത്. അപ്പോ മൂപ്പര മകളെയാണ് എന്റെ അമ്മാവന്റെ അളിയൻ കെട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ പറഞ്ഞ അമ്മാവന്റെ അളിയന് ഇപ്പോ നമ്മളെ ഉസ്താദുമാരായിട്ടൊക്കെ നല്ല ബന്ധാണ്. ഈ അമ്മോഷനായിട്ടുള്ള ബന്ധം. അപ്പൊ ഓൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇനി ഭയങ്കര ജോറായ ഭർത്താനാണല്ലോ പള്ളിക്കും പിന്നെ ഈ മുടിക്കൊക്കെ വേണ്ടി. എന്നോട് ഓൻ ചോദിക്കാണ്, ഇനി ജോറായ ഭർത്താനാണല്ലോ പള്ളിക്കും മുടിക്കൊക്കെ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു, സുന്നത്ത് ജമാഅത്തിന്റെ നമുക്ക് പിന്നെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുമ്പോ മൊത്തത്തിൽ വിഷയം പറയാതിരിക്കാൻ വകുപ്പില്ലല്ലോ. അപ്പൊ എന്നോട് വിളിച്ചു ചോദിച്ചു, ഇനി പറയുന്ന പോലെ ഒന്നല്ലാതെ നേതാക്കന്മാരുടെ അടുത്തുനിന്ന് ഇന്നെപ്പറ്റി കേൾക്കുന്നേന്ന് വെച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ എനിക്ക് മനസ്സിലായില്ലല്ലോ ഷാനി. അപ്പൊ എന്നോട് പറഞ്ഞു, ഓൻ വന്നിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു, ഹക്കീം അസ്സരി ഇന്നെപ്പറ്റി വളരെ മോശമായിട്ട് കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാനാകെ എന്താ പറയണ്ടേ, ഞാൻ സത്യം പറഞ്ഞാൽ വല്ലാതെ ഒരു ഇതായിപ്പോ. കാരണം ഈ ഹക്കീം അസ്സരിയായിട്ട് എനിക്ക് കൂടുതൽ ഒരു ബന്ധമില്ല. ഉള്ളവരെയല്ല ഉസ്താദിനോട് ഹക്ക് പറയുന്നതിന് എന്താ. ഞാൻ മൂപ്പരും പൊതുവെ ഒരു ധാരണയുണ്ട്, മൂപ്പര് പൈസ ഉള്ള ആളുകളായിട്ട് മൂപ്പര് ബന്ധപ്പെടലുള്ളൂ എന്നൊരു ധാരണയുണ്ട്. പിന്നെ നമ്മളെ പോലുള്ള ഇങ്ങനെ ഉണ്ടല്ലേ ഈ സാധു മിസ്കീന് മൂപ്പര് വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തേണ്ടെന്ന് വെച്ചാൽ ഞാനിട്ട് വിളിക്കലുമില്ല. അപ്പൊ ഞാൻ അബുദാബിയിൽ ജയിലില് പിന്നെ ഈ പാസ്പോർട്ട് സംബന്ധമായ കണ്ണ് സംബന്ധമായ പ്രശ്നം ഞാൻ ഉസ്താദിനോട് പറഞ്ഞില്ല. അത് അടക്കം ഹക്കീം അസീറിന്റെ അടുത്ത് ന്യൂസ് അദ്ദേഹം ഇവനോട് പറഞ്ഞുകൊടുത്തിരിക്കുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് പരിചയമില്ല എന്ന് പറഞ്ഞിട്ട് ഇനി ജയിലിൽ കിടന്നതും അടക്കം എല്ലാ കഥകളും പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ പിന്നെ പിന്നെ നമ്മളൊരു സജീവമായിട്ടുള്ള ആളൊന്നല്ല. അപ്പൊ നമ്മള് തമ്മിൽ അങ്ങനെ എന്തോ ഉണ്ട് എന്ന് പിന്നെ മറ്റുള്ളവരെ അറിയുന്നൊരു ശരിയല്ലല്ലോ.
ഞാനൊന്നുമില്ല അത് ചിലപ്പോ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഞാൻ മെല്ലെ ആടുന്ന എല്ലാ വിഷയം അങ്ങ് മാറിയിട്ടിങ് വന്നു. എനിക്ക് സത്യത്തിൽ കേട്ടപ്പോ ഭയങ്കര പ്രയാസം. കാരണം ഇങ്ങനെ അത് മൂപ്പർക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നമ്മളോട് വിളിച്ചു ചോദിക്കാലോ, അല്ലെ നമ്മളോട് ചോദിക്കാനില്ലെങ്കിൽ അറിയുന്ന വേറെ ആൾക്കാരുണ്ടല്ലോ, അവരോട് ചോദിക്കാലോ. ഇത് പ്രായവും പക്വതയും വിവരമുള്ള ഇവരെ പോലുള്ള ആളുകൾ ഇങ്ങനെ കാണുന്നവരോടൊക്കെ ഇത് പറഞ്ഞ് കണ്ടില്ലേ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ ഒരു ഫിത്തിനാന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ടല്ലോ ഉസ്താദേ. ഞാൻ എനിക്ക് എന്തുകൊണ്ട് ഏതായാലും ഇവൻ ഉള്ള പറഞ്ഞാണോ ഇല്ലാത്ത പറഞ്ഞെന്ന് അറിയേണ്ടിട്ട് ഞാൻ മൂപ്പരെ നേരിട്ട് വിളിച്ചു. ഹക്കീമിനെ വിളിച്ചു നോക്കുമ്പോ സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് സത്താർ മലൈബാരി ഉണ്ടല്ലോ, സത്താർ അബ്ദുൽ സത്താർ മലൈബാരി ഉണ്ടല്ലോ മൂപ്പരെ ഒന്നായിട്ട് നടക്കുന്നത്. ഇവരെല്ലാരുടെ നമ്പറും കയ്യിലുണ്ട്. അതുകൊണ്ട് സത്താറിനെ വിളിച്ചു. അപ്പൊ സത്താർ ഒരു സിദ്ദീഖിന്റെ നമ്പർ വന്നു. അങ്ങനെ സിദ്ദീഖാണ് ഇയാളെ ഹക്കീമിന്റെ നമ്പർ വരുന്നത്. അപ്പൊ നമ്പർ നോക്കുമ്പോ സൗദിയിലല്ലോ മൂപ്പര് ഹക്കീം. അപ്പൊ ഞാൻ സൗദിയിൽ വിളിച്ചു. സൗദിയിൽ വിളിച്ചപ്പോ ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അലൈക്കും അസ്സലാം, എന്തെല്ലാം ഹക്കീം ഉസ്താദ് സുഖാണെന്ന് ചോദിച്ചു. ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉസ്താദിനോട് ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ ജിഷാനാണ് ഖത്തർന്നാ വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഖത്തർന്നാന്ന് പറയലും ഫോണ് കട്ട് ചെയ്യൽ ഒരുപോലെയാണ്. അപ്പൊ കട്ട് ചെയ്തു. അപ്പൊ ഞാൻ എന്നിട്ടൊരു മോശമായ പിന്നെ എന്താ പറയണ്ടേ എന്നെ വെച്ചില്ല. ഞാൻ ചിലപ്പം കട്ടായിപ്പോയതാന്ന് കരുതിയിട്ട് പിന്നെയും വിളിച്ചു. അപ്പൊ വീണ്ടും കട്ടി, പിന്നെയും വിളിച്ചു, വീണ്ടും കട്ട് ചെയ്തു, പിന്നെയും വിളിച്ചു, വീണ്ടും കട്ടി. അപ്പൊ പിന്നെ കള്ളത്തര ഏതായാലും ഉണ്ട് ഉറപ്പായിരുന്നു. പിന്നെ അതിന് പിന്നെ പ്രത്യേകിച്ച് സേനത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കും, ഇവരിങ്ങനത്തെ പണി എടുക്കേണ്ട വല്ല ആവശ്യമുണ്ട്? ഇവര് കളിച്ച് അതിന്റെ ഇടക്ക് ഞാൻ ഉസ്താദിനോട് പറയാൻ പോയത്, പിന്നെ നമ്മളെ മർക്കസ് കോംപ്ലക്സ് ഇല്ലേ കോഴിക്കോട്, അവിടെ ഉള്ള ഒരു ബാപ്പു ആജിയോ അല്ലെങ്കിൽ പിന്നെ ഏതൊരു ആജി ഉണ്ടോ മറ്റേ കൊടുവള്ളിയോ മലപ്പുറത്ത് നമ്മുടെ കാര്യമായിട്ടുള്ള അയാൾക്ക് എന്താ സ്ഥാപനമായിട്ടുണ്ട് അതിന്റെ അടുത്ത്? കോംപ്ലക്സിന്റെ അടുത്ത് നമ്മളെ നേതാക്കന്മാരായിട്ടൊക്കെ അടുത്ത ബന്ധുക്കളാണെന്ന് പറഞ്ഞു. അത് ഇയാള് ബോംബെയിലായിട്ടുള്ള നല്ല ബന്ധമുണ്ട്. അപ്പം ബോംബെയിലുള്ള നമ്മള് പിന്നെ ഒരു പരിചയമുള്ള ഒരു ബാക്കവി ഉസ്താദ് ഉണ്ടായിരുന്നു. അപ്പൊ അയാള് എന്തോ ഇങ്ങനെ ചെറുങ്ങനെ ഈ ജാലിയൻവാലിനെ പറ്റി സൂചിപ്പിച്ചിരുന്നേ. അപ്പൊ ഇത് ഹക്കീമിനോട് ഇയാള് ചോദിച്ചു പോലോ, ഈ ജാലിയൻവാലിനെ പറ്റിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഹക്കീം അതിന് പറഞ്ഞു കൊടുത്ത മറുപടി ആവുമല്ലോ, പിന്നെ അത് ജാലിയൻവാലിനെ പറ്റിയിട്ട് നമുക്ക് പണ്ടേ നല്ല അഭിപ്രായം ഇല്ല, അതില് വലിയ കഴമ്പൊന്നുമില്ല, പക്ഷെങ്കിൽ അടിസ്ഥാനമുള്ള മുടി കിട്ടിയപ്പോഴാണ് നമ്മൾ വള്ളിപ്പണി തുടങ്ങിയത്. ഇതൊരു നാടനോട് വർത്താനം പറഞ്ഞ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ അടിസ്ഥാനം ഇല്ലാത്തതിന്റെ സേനതാ വായിച്ചെന്നല്ലേ പിന്നെ ചോദിക്കുക. പിന്നെ ഇങ്ങനെ 900 പ്രശ്നം. ഇപ്പൊ ഒമാനിന്ന് പിന്നെ ഓൺലൈനിൽ എന്നോട് വേർത്ത് ഇപ്പൊ ഉസ്താദിനെ വിളിക്കുന്നതിന് 5 മിനിറ്റ് ഉണ്ട്. ഓന്റെ മെസ്സേജ് കൂടി കണ്ടേരം എല്ലാം കൂടി തലക്ക് ചൂടായിട്ട് ഞാൻ ഉസ്താദിനെ വിളിച്ചത്. ആടെ മൊത്തത്തിൽ ഇങ്ങനെ പ്രചരണം നടക്കുന്നുണ്ടല്ലോ, അതിന്റെ സേനത ഉണ്ടാക്കിയതാണ്, എന്താ അതിന്റെ വിഷയോ, എന്താ ആരും ഒന്നും അനങ്ങാത്ത. ഞാൻ എന്ത് പേരോട് എന്നോട് വണ്ടി ചോദിക്കലുണ്ട്, ഇനി സംസ്ഥേന്റെ ആരും ഒന്നല്ല, പിന്നെ ഇങ്ങനത്തെ ബേജാറാണ്. എന്നാലും കേൾക്കുമ്പോ ഒരു ബേജാറുണ്ടല്ലോ ആളുകൾ ഇങ്ങനെ. അപ്പൊ എന്താ ഉസ്താദ് ഇതിനൊക്കെ ചെയ്യണ്ടേന്? നൗഷാദ് ഹസീന് കുറെ പറഞ്ഞു നടന്നു. അവസാനം മൂപ്പര കുറച്ച് റെസ്റ്റ് കിട്ടിയപ്പം ഇനിയിപ്പോ ഹക്കീം മസീരി തുടങ്ങാണ്. സത്യത്തില് മറ്റേ നമ്മുടെ നസീർ അസീരിക്കൊക്കെ ശക്തമായ രോഷമുണ്ട്. പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പൊതുവായ ഒരു പിന്നെ എന്താ പറയണ്ട ഒരു പിന്നെ ഗുണത്തിന് വേണ്ടിയിട്ട് മൂപ്പര് മൗനം പാലിച്ചിരിക്കുകയാണ്. പിന്നെ ഞാനെന്നിട്ട് ഒരാളോട് പറഞ്ഞിട്ട് നമ്മള് വേദന ചെയ്തിട്ടുണ്ട്. ഞാൻ അവസാനം ചുള്ളിക്കോട് ഉസ്താദിനെ വിളിച്ചിരുന്നു. ഞാൻ ഉസ്താദിനോട് ഇങ്ങനെ ഉള്ള ബഹുമാനത്തോടെ തന്നെ പറഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞു, ഉസ്താദെ നിങ്ങളൊന്ന് മൂപ്പരൊന്ന് കണ്ടാ പറഞ്ഞെടുത്തേക്ക്. പിന്നെ മറ്റേ ഈ ചങ്ങായി ഉണ്ടല്ലോ ആര് മറ്റേ തോട്ടുമുക്കം അങ്ങനെ മലയമ്മ അങ്ങനെ പോലെ തോട്ടുമുക്കവും മലയമ്മ സഖാഫിയൊക്കെ മർക്കസിന്റെ ഉപ്പും ചോറും തിന്നിട്ട് അവസാനം ഉസ്താദിനെ നമ്മൾ ഉസ്താദുമാരി ചീത്ത പറയുന്ന ഒരു സാഹചര്യം ഇപ്പോഴേ. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടല്ലോ നമ്മള് സ്ഥാപനത്തുനിന്ന്. എന്നിട്ട് സുന്നത്ത് ജമാഅത്തിനുള്ള ഒരു കൂറുകൊണ്ടാണ് നമ്മൾ ഈ പിന്നെ എന്താ പറയണ്ടേ ഈ കണ്ട കാര്യങ്ങളൊക്കെ. ഞാൻ സത്യമായിട്ട് അന്ന് പറഞ്ഞില്ല, ഞാൻ ബോംബെ പോയി വന്ന കാര്യം ആകെ ഉസ്താദിനോട് വേറെ ഉസ്താദിനോടും കൊളത്തൂർ ഉസ്താദിനോട് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ.
അതെ. എന്നിട്ട് ഇവരിത് പറഞ്ഞ് ആഘോഷിക്കാണ്. പിന്നെ എന്താ പറയണ്ടേ? എന്താ അവര് കണ്ട കുറച്ച് ആളുകളുണ്ട്, അതാണ് ഇതൊക്കെ ഇതിന് മുഴുവൻ കാരണം. ഉസ്താദായിട്ടൊന്നും ബന്ധമില്ലേ എളുപ്പം ഹക്കീമ്? ബന്ധമുണ്ട്, കാണുന്നില്ല, എന്തോ ഉണ്ട്. അത് ശരി, അങ്ങനെ. മറ്റേ സ്ഥലയിലെന്താ കൺഫേം ആയിക്കോ ഉസ്താദെ? സ്ഥലയിലെന്തെങ്കിലും ആയിക്കാ? ഇനിയിപ്പോ ഇനി ആകെത്രയല്ലേ ദിവസമുള്ളൂ? സ്ഥലം പള്ളി എടുക്കുന്നതിന്റെ സ്ഥലം ഇതിനൊക്കെയുള്ള സ്റ്റേജിൽ വെച്ചുള്ള ചിലതൊന്നുമില്ല. അത് ശരി. അതിന്റെ സ്ഥലം ഇപ്പോഴും അനൗൺസ് ചെയ്തിട്ടില്ല? ഇല്ല. അത് ശരി. ഇയാള് വരുന്നുണ്ടോ ജാരിയവാല? അതില്ല, അതൊന്നുമില്ല. അയാൾ അറിയാണ്ട് കൊണ്ടുവന്നോണ്ടാന്ന് ഞാൻ പറയാണ്. ഇപ്പൊ കൊണ്ടുവന്നാൽ തന്നെ അയാൾ തൽക്കാലം പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇരുത്തിയാൽ മതി. കാരണം മൂപ്പർക്ക് ഗുൽഹുല്ലാഹു അതുവരെ ഓതാൻ അറിയില്ല. മൂപ്പരാണ് നേരിട്ട് എന്നോട് പറഞ്ഞതാണ് ഒരു മോതിരം തന്നിട്ട് കുസ്സാവ് ഓതണം. മൂപ്പർക്ക് അതിന്റെ മഹ്റജ് കുസ്സാവ് ഓതണം എന്നോട് പറഞ്ഞു 3 വട്ടം. ഒരു മോതിരം വെള്ളിത്തകടും തന്നിട്ട് ഞാനന്ന് ഉസ്താദിനാട് പിന്നെ കോളേജിൽ വന്നിട്ട് കാണിച്ചു തന്നിട്ടില്ലേ ഈ സാധനം? അത് എന്നോട് പറഞ്ഞ തകിട് മോതിരത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് പിന്നെ നമ്മളെ ഉദ്ദേശിക്കുന്ന ആഗ്രഹം ഒരാളെ തോളത്ത് തട്ടിയാല് നിങ്ങളെ ഉദ്ദേശം നടക്കും പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് തമാശക്ക് വെച്ചിട്ട് ലൂലു മറ്റേ ഇതുണ്ടല്ലോ യൂസുഫ് അലി സാഹിബിന്റെ മോളെ കെട്ടണം നേട്ടം വിചാരിച്ചാലേ അന്ന് ഇയാള് മോതിരം വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞതാ 3 തീൻ ബാർത്തും കുസുദാവത് പടും, അതായത് കുൽഹുല്ലാത് എന്നാ എനിക്ക് പിന്നെ മനസ്സിലായി. പിന്നെ പറഞ്ഞ് അസിനി പറഞ്ഞ ശരിയാണ്. അസിനി പ്രസംഗത്തില് മലപ്പുറത്ത് പറഞ്ഞിരുന്നു 30 കൊല്ലം മൂപ്പര് ഉറങ്ങിയിട്ടില്ല. കാരണം അത് ശരിയാണ്. ഞാൻ അന്വേഷിക്കുമ്പോൾ പിന്നെ വൈകുന്നേരം 6 മണി മുതൽ പിന്നെ പൊളിച്ച 4 മണി വരെയാണ് മൂപ്പര് ഈ പിന്നെ ഇതിന്റെ ബിസിനസ് അവിടെ നടക്കുന്നത്. മൂപ്പരെയാണ് ഇപ്പോഴും പിന്നെ വലിയും ഷെയ്ഖും ഒക്കെ ആക്കിയിട്ട് കുറെ ആളും കൊണ്ടു നടക്കുന്നത്. അള്ളാഹു അല്ലേ, ഞാൻ എന്താ പറയപ്പോ. ഒരു പ്രശ്നം ഉസ്താദ് അന്ന് നമ്മളോട് പറഞ്ഞ സ്റ്റാൻഡ് ഇട്ടല്ല, അത് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഈ നാറ്റ കേസുമില്ല. നമുക്കൊരാള് റസൂലുള്ളാഹിന്റെ മുടിയാന്ന് പറഞ്ഞ് തന്നു, നമ്മൾ ആ നിലക്ക് ഇതാക്ക കഥ കഴിഞ്ഞു. ഇപ്പൊ ഈ പ്രശ്നമൊന്നുമില്ല. ആദ്യമേ ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് ഇവര് കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അങ്ങോട്ട് മറ്റേ ഇയാള് വരുവോ ഹസ്രജി? അതൊന്നും അറിയില്ല. ശരിക്കുള്ള പിടുത്തല്ല. അല്ല ഞാനിങ്ങനെ എനിക്ക് കേട്ടപ്പോ ഹക്കീമിന്റെ വിഷയം കേട്ടപ്പോ എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട്. കാരണം നമ്മളിത് പരമാവധി എന്താ പറയണ്ടേ, നമ്മൾ ആളുകളെ പിന്നെ സംശയം ഉണ്ടാകുന്ന ആളുകളുടെ സംശയം നമ്മൾ ഈ വിഷയത്തിൽ പിന്നെയും തീർക്കാനാ പോന്നെ. ഞാൻ ഉസ്താദിനോട് പറഞ്ഞില്ല, എന്റെ സ്വന്തം ഉമ്മ പല ചോദ്യങ്ങളും ഇതിനെപ്പറ്റി ചോദിച്ചിട്ട് ഞാനാകെ എന്താ പറയണ്ടേ ആകെ പ്രയാസത്താന്ന ഒരു ഘട്ട. എന്നിട്ട് ഇങ്ങനെയുള്ള ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞു നടത്താൻ പിന്നെ എന്താ ചെയ്യ ഉസ്താദെ? ഞാൻ കണ്ടാ ഞാൻ അന്വേഷിക്കും. ഇൻഷാല്ല ഏതായാലും ഞാൻ യാത്ര ചെയ്യാണ്ട് കൂടുതൽ പറഞ്ഞില്ല, ബാക്കി കുറച്ചുകൂടി ഉണ്ട്. ഇൻഷാല്ല സൗകര്യം ഇതായിരിക്കും പ്രത്യേകം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.